നമസ്കാരം. മാർക്കറ്റിൻ്റെ ലോവർ ലെവലിൽ ബൈയിങ്ങിനെയും ഹയർ സൈഡിൽ സെല്ലിങ്ങിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡോജി ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് പാറ്റേണിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ 25,300 എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഗ്രാജ്വലി പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം പ്രധാന മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് താഴെയാണ് മാർക്കറ്റ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ബോളഞ്ചിയർ ബാൻഡിൻ്റെ മീഡിയൻ ലെവലിന് മുകളിലും ഇതും മാർക്കറ്റിൽ റിക്കവറി വരാനുള്ള പോസിബിലിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. 25,300 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 25,600 ആയിരിക്കും മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് കല്യാൺ ജുവലേഴ്സ്. കല്യാൺ ജുവലേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് 100% വർദ്ധിച്ച് 131 കോടിയിൽ നിന്നും 261 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 55% വർദ്ധിച്ച് 319 കോടിയിൽ നിന്നും 497 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 30% വർദ്ധിച്ച് 6,058 കോടിയിൽ നിന്നും 7,856 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. തങ്കമയിൽ ജുവലറി ഉൾപ്പെടെയുള്ള ജുവലറി സെക്ടറിലെ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഫൈൻ ഓർഗാനിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 7% ഇടിഞ്ഞ് 117 കോടിയിൽ നിന്നും 109 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 596 കോടിക്കടുത്ത് ഫ്ലാറ്റായി തുടരുകയും ചെയ്യുന്നു. എബിറ്റ 10% ഇടിഞ്ഞ് 151 കോടിയിൽ നിന്നും 135 കോടിയിലേക്ക് എത്തി. ലോയിഡ്സ് എഞ്ചിനീയറിംഗിൻ്റെ റവന്യൂ 39% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 88% വർദ്ധിച്ച് 17 കോടിയിൽ നിന്നും 33 കോടിയായി ഉയരുകയും മാർജിൻ 14% നിന്നും 15% ഇംപ്രൂവ് ആവുകയും ചെയ്തു. എബിറ്റ 54% വർദ്ധിച്ച് 24 കോടിയിൽ നിന്നും 37 കോടിയിലേക്ക് ഉയർന്നു. അതുകൊണ്ട് ലോയിഡ്സ് എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. നൈക്കയുടെ പ്രോഫിറ്റിലും ഗണ്യമായ വർധനവുണ്ടായി. 10 കോടിയിൽ നിന്ന് 34 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നപ്പോൾ റവന്യൂ 25% വർദ്ധിച്ച് 1,875 കോടിയിൽ നിന്നും 2,346 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 53% വർദ്ധിച്ച് 104 കോടിയിൽ നിന്നും 159 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. മാർജിൻ 5.5% നിന്നും 6.8% ഇംപ്രൂവ് ആയി. പെട്രോനെറ്റ് LNGയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 2.7% ഇടിഞ്ഞ് 824 കോടിയിൽ നിന്നും 802 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ മാർജിൻ സ്ലൈറ്റ്ലി ഇംപ്രൂവ് ആയിട്ടുണ്ട്. എബിറ്റ 3.7% ഇടിഞ്ഞ് 1,160 കോടിയിൽ നിന്നും 1,117 കോടിയിലേക്ക് എത്തി. റവന്യൂ 7.3% ഇടിഞ്ഞ് 11,880 കോടിയിൽ നിന്നും 11,009 കോടിയിലേക്ക് എത്തി. ബജാജ് ഓട്ടോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 13% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 23% വർദ്ധിച്ചു. 2,005 കോടിയിൽ നിന്നും 2,480 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. മാർജിൻ 20%-നടുത്ത് ഫ്ലാറ്റാണ്. എബിറ്റ 15% വർദ്ധിച്ച് 2,652 കോടിയിൽ നിന്നും 3,052 കോടിയിലേക്ക് എത്തി. പ്രിൻസ് പൈപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് ഏറെക്കുറെ ഫ്ലാറ്റാണ്. കമ്പനിയുടെ എബിറ്റ 20% വർദ്ധിച്ച് 45 കോടിയിൽ നിന്നും 55 കോടിയിലേക്ക് എത്തി. മാർജിൻ 7.3%-ൽ നിന്നും 9.3%-ലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ 4% ഇടിഞ്ഞ് 622 കോടിയിൽ നിന്നും 595 കോടിയിലേക്ക് എത്തി. ട്രെൻഡിൻ്റെ റവന്യൂ 17% വർദ്ധിച്ച് 4,036 കോടിയിൽ നിന്നും 4,724 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ 26% വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 423 കോടിയിൽ നിന്നും 451 കോടിയിലേക്ക് എത്തി. ഫിനോലെക്സ് ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 3.7% വർദ്ധിച്ച് 828 കോടിയിൽ നിന്നും 859 കോടിയിലേക്ക് എത്തി. എബിറ്റ 10 കോടിയിൽ നിന്നും 130 കോടിയിലേക്ക് ഉയർന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 40 കോടിയിൽ നിന്നും 124 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ മാർജിൻ 1%-ൽ നിന്നും 15%-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. JSW സിമെൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 64 കോടിയിൽ നിന്നും 84 കോടിയിലേക്ക് എത്തി. 64 കോടി രൂപയുടെ ലോസിൽ നിന്നും 84 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തി. മാർജിൻ 10%-ൽ നിന്നും 18%-ലേക്ക് ഇംപ്രൂവ് ആവുകയും എബിറ്റ 125 കോടിയിൽ നിന്നും 268 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. റവന്യൂവും 18% വർദ്ധിച്ച് 1,224 കോടിയിൽ നിന്നും 1,436 കോടിയിലേക്ക് എത്തി. ഫോഴ്സ് മോട്ടോറിൻ്റെ Q2 റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 7% വർദ്ധിച്ച് 1,941 കോടിയിൽ നിന്നും 2,081 കോടിയിലേക്ക് എത്തി. എബിറ്റ 28% വർദ്ധിച്ച് 283 കോടിയിൽ നിന്നും 363 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 14%-ൽ നിന്നും 17%-ലേക്ക് ഉയരുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 135 കോടിയിൽ നിന്നും 381 കോടിയിലേക്ക് എത്തി.
ശക്തി പമ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 5% വർദ്ധിച്ച് 635 കോടിയിൽ നിന്നും 666 കോടിയിലേക്കെത്തി. എബിറ്റയിൽ 8% ഇടിവ് വന്നപ്പോൾ പ്രോഫിറ്റ് 10% ഇടിഞ്ഞ് 101 കോടിയിൽ നിന്നും 90 കോടിയിലേക്കാണ് എത്തിയത്. പിറ്റി എഞ്ചിനീയറിംഗിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 5% വർദ്ധിച്ചു, റവന്യൂ 11% വർദ്ധിച്ചു, എബിറ്റ 17% വർദ്ധിച്ചു. കമ്പനിയുടെ മാർജിൻ 15% നിന്നും 16.3%ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ടോറൻ്റ് ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 483 കോടിയിൽ നിന്നും 591 കോടിയിലേക്കെത്തി. എബിറ്റ 15% വർദ്ധിച്ച് 939 കോടിയിൽ നിന്നും 1083 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 15% വർദ്ധിച്ച് 2889 കോടിയിൽ നിന്നും 3302 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഡെവലപ്മെൻറ്റിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ ക്യുമുലേറ്റീവ് ഓർഡർ 558 കോടിയിലേക്ക് ഉയർന്നു. ഏകദേശം 39 കോടി രൂപയുടെ ഓർഡർ ഒക്ടോബർ മാസത്തിൽ കമ്പനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഓർഡർ ഇൻഫ്ലോയിൽ 647.5 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. ICICI പ്രൊഡൻഷ്യലിൻ്റെ ഒക്ടോബറിലെ ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം ന്യൂ ബിസിനസ് പ്രീമിയം 6.5% വർദ്ധിച്ച് 1773 കോടിയിലേക്കെത്തി. രാംരത്തൻ വയർ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. രാജസ്ഥാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ സ്കീമിൻ്റെ ബെനിഫിറ്റ് ഈ കമ്പനിക്ക് ലഭിച്ചേക്കും. അതുപോലെ തന്നെ അപ്പോളോ ടയർ എന്ന കമ്പനി ഫണ്ട് റൈസിങ്ങുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിക്കുന്നുണ്ട്. സ്വിഗ്ഗി എന്ന കമ്പനി QIP വഴി ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. സെൻട്രം ഇലക്ട്രോണിക്സിൻ്റെയും സെൻട്രം ടിയാൻഡസിൻ്റെ അമാൽഗമേഷന് NCLT അതായത് നാഷണൽ NCLT അപ്രൂവൽ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ സെൻട്രം ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. കോൾ ഇന്ത്യ 1600 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ജോയിൻ്റ് വെഞ്ചർ തെർമൽ പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. HAL എന്ന കമ്പനി US ബേസ്ഡ് ജനറൽ ഇലക്ട്രിക്കുമായി ചേർന്ന് തേജസ് എയർക്രാഫ്റ്റിന് വേണ്ടിയുള്ള എൻജിൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടാതെ ട്രെൻഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അവന്യൂ സൂപ്പർ മാർട്ട് ആന്ധ്രാപ്രദേശിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 437ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് മൾട്ടിപ്പിൾ ഏജൻസികളിൽ നിന്നും 462 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ വാരി എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റസമോസ എനർജി എന്ന കമ്പനിയുടെ 76% സ്റ്റേക്കുകൾ 53 കോടി രൂപയ്ക്ക് വാരി എനർജി അക്വയർ ചെയ്യുന്നതുകൊണ്ട് വാരി എനർജി എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്